ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ പാള ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഒരു ഷൂ നിർമ്മിക്കാമെന്നതാണ്. അതിനു മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സോ ഫ്രണ്ട്സ്, നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് പാളയാണ്. എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ അടയ്ക്കാമരം കുറച്ച് ഇരിപ്പുണ്ട്. അതിൽ നിന്നാണ് പാള എടുക്കുന്നത്. മാക്സിമം ഉണങ്ങിയ പാള തന്നെ എടുക്കുക. പച്ച ഉപയോഗിക്കരുത്. പച്ച ഉപയോഗിച്ചാലുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 ദിവസം കഴിയുമ്പോഴത്തേക്ക് അത് ചുരുങ്ങിപ്പോവും. അതുകൊണ്ട് ഉണങ്ങിയ പാള തന്നെ ഉപയോഗിക്കുക. ഇപ്പോൾ ഫ്രണ്ട്സ്, എനിക്ക് 5-6 പാള കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൂവിൻ്റെ അടിഭാഗമാണ് നിർമ്മിക്കുന്നത്. പഴയൊരു ഷൂ ഞാൻ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്, അതിൻ്റെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതാകുമ്പോൾ നമുക്ക് വെട്ടിയെടുക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ ഷൂവിൻ്റെ ഒരു ഷേപ്പ് നമ്മൾക്ക് പാളയിൽ കിട്ടിയിട്ടുണ്ട്. ഒരു കത്രിക ഉപയോഗിച്ച് നമുക്കത് വെട്ടിയെടുക്കാം. കത്രികയോ നൈഫോ ഏതാണെന്ന് വെച്ചാൽ ഇച്ചിരി മൂർച്ചയുള്ളത് തന്നെ നമ്മൾ അതിനു വേണ്ടി ഉപയോഗിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാള ഇച്ചിരി കട്ടി കൂടിയതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൂ ഇതിൻ്റെ അടിത്തറ നിർമ്മിക്കുന്നതിന് വേണ്ടി ഏറ്റവും കട്ടിയുള്ള ഭാഗം തന്നെ നമ്മൾ ഇതിനു വേണ്ടി തിരഞ്ഞെടുക്കേണ്ടതാണ്. അങ്ങനെ ഒരു പീസ് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒരു 6 എണ്ണം വെട്ടിയെടുക്കണം. ഒരു സൈഡിൽ 3 എണ്ണം വെച്ച്. ഒരു ഷൂവിന് 3 എണ്ണം എന്ന നിരക്ക് 6 എണ്ണം വേണം മൊത്തം. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്യാം. ഞാൻ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന പശ ഫെവി ബോണ്ടാണ്. അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള പശ തന്നെ ഇതിനു വേണ്ടി ഉപയോഗിക്കണം. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച 3-ാമത്തെ പീസും ഇതിനകത്തോട്ട് ഒട്ടിച്ചു കൊടുക്കേണ്ടതാണ്. എല്ലാം കറക്റ്റ് ലെവലാക്കി തന്നെ നമ്മൾ ഒട്ടിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഏറിയും കുറഞ്ഞും പോകരുത്. അതിനുശേഷം ഇച്ചിരി വെയിലുള്ള കല്ലോ കട്ടയോ എന്തെങ്കിലും ഇതിൻ്റെ പുറത്ത് വെക്കേണ്ടതാണ്. നല്ലപോലെ സെറ്റാവാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇത് നല്ലപോലെ ഉണങ്ങിയതിന് ശേഷം നമ്മളൊരു സാൻഡ് പേപ്പറിനകത്ത് ഇതിൻ്റെ സൈഡ് ഉരയ്ക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സൈഡെല്ലാം കൂടെ ഒരുമാതിരി റഫായിട്ടിരിക്കുകയാണ്. അത് നമ്മൾ സ്മൂത്താക്കി എടുക്കണം. എല്ലാ സൈഡെല്ലാം ഒരുപോലെ ആക്കി എടുക്കണം. അതിനുശേഷം ഇതുപോലെ നീളത്തിലൊരു പീസ് കുത്തിയെടുക്കണം. ഷൂവിൻ്റെ സൈഡിൽ ഒട്ടിക്കാനാണ്. ഒരു 2-2.5 സെൻറ്റിമീറ്റർ വീതിയിൽ ഇത് കട്ട് ചെയ്തെടുക്കുക. നീളം എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഷൂവിൻ്റെ ചുറ്റുമുള്ള അളവാണ്. വെട്ടിയെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് വെച്ച് നോക്കാം. കറക്റ്റ് ഇത് ഇവിടെ തന്നെ ഒന്ന് മുട്ടണം. ആ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഞാൻ ഫ്ലെക്സ് ക്യൂക്കാണ് ഇതിൻ്റെ സൈഡ് ഒട്ടിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അതാകുമ്പോൾ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുള്ള വശയാണ്. എന്നിട്ട് ആ വെട്ടിയെടുത്ത പീസ് ഇതിനകത്തോട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇതിൻ്റെ ഒരു ഭാഗം കുറച്ച് മുകളിലോട്ട് നിൽക്കത്തക്ക രീതിയിൽ വേണം ഒട്ടിക്കേണ്ടത്.
ഒട്ടിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കയ്യിലാവാതെ നോക്കുക. അവസാനമായി നമ്മൾ ഷൂവിൻ്റെ മുകൾ ഭാഗമാണ് നിർമ്മിക്കുന്നത്. നമ്മൾ വെട്ടിവെച്ചിരുന്ന അടിഭാഗം ഈ പാളയിലോട്ട് ഇങ്ങനെ വെച്ച് നോക്കുക. എന്നിട്ട് ആ ഒരു ഷൂവിൻ്റെ മുകൾ ഭാഗം ആ ഒരു ഷേപ്പിൽ തന്നെ വെട്ടിയെടുക്കേണ്ടതാണ്. ഇങ്ങനെ പുറത്തോട്ട് നിൽക്കുന്ന ഭാഗം കട്ട് ചെയ്ത് കളയേണ്ടതാണ്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ആ ഒരു ഷേപ്പിൽ തന്നെ വെട്ടിയെടുക്കുക. ഇതിൻ്റെ ഉൾഭാഗം ഇതുപോലെ ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കണം. നമ്മൾ കാല് ഉള്ളിലോട്ട് കയറ്റി വെക്കുന്ന ഭാഗമാണ്. കറക്റ്റ് ഇതുപോലെ നമ്മൾ വെട്ടിയെടുത്തതിന് ശേഷം ഇതിലേക്ക് കാലൊന്ന് ഇട്ട് നോക്കണം. കാരണം കറക്റ്റ് സെറ്റ് ആവുന്നുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് കാല് ഇതിനകത്തോട്ട് വെച്ച് കറക്റ്റ് അളവിന് നമുക്ക് ഇത് പശ വെച്ച് ഒട്ടിച്ചെടുക്കണം. ഓക്കെ, ഇനി നമുക്ക് പശ തേച്ച് കൊടുക്കാം. ഇതിൽ വലത്തേക്കാലിൻ്റെ ഷൂവിൻ്റെ വീഡിയോ മാത്രമാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. ഇനി ഇടത്തേക്കാലിൻ്റെ ഷൂ ഉണ്ടാക്കേണ്ടതുണ്ട്. വീഡിയോയുടെ ലെങ്ത് കൂടുന്നതുകൊണ്ട് ഞാനത് ഇതിൽ കാണിക്കുന്നില്ല. ഇതേ സെയിം മെത്തേഡ് ഉപയോഗിച്ച് തന്നെ ഇടത്തേക്കാലിലും ഉണ്ടാക്കാവുന്നതാണ്. ഇതുപോലെ ഒരു ചെറിയ പീസ് കൂടെ ഒട്ടിച്ചു കൊടുക്കുക. ഇതിൻ്റെ സൈഡ് സെക്ഷൻ എത്താത്തതുകൊണ്ടാണ്. അങ്ങനെ ഷൂവിൻ്റെ പണി ഏകദേശം കംപ്ലീറ്റ് ആയി. ഈ ഒരു പീസ് കൂടെ ഒട്ടിക്കുമ്പോഴത്തേക്കും ഏകദേശം വലത്തെ സൈഡിലെ ഷൂവിൻ്റെ പണി കഴിഞ്ഞു. ഫ്രണ്ട്സ്, എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. ഇതിലും നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം.